രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം സമരം വിജയം കണ്ടതിന് ശേഷം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ് പ്രവർത്തകരെ ഓരോരുത്തരായിട്ട്. അമിത്ഷാ മൂർദാബാദ് എന്ന DCPയുടെ തൊട്ട് താഴെ, എംബ്ലത്തിന് തൊട്ട് താഴെ എഴുതി വെച്ചതിനാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രവർത്തകരെ ഇപ്പോൾ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. കസ്റ്റഡിയിൽ എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരുന്നു. ആ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അമിത്ഷാ മൂർദാബാദ് എന്ന DCPയുടെ എംബ്ലത്തിന് തൊട്ട് താഴെ എഴുതി വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ആ പ്രവർത്തകരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നത്. പ്രവർത്തകരെ അടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ ഓരോരുത്തരെ ഇവിടെ നിന്നും മാറ്റുകയാണ്. മാധ്യമ പ്രവർത്തകരോട് ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റണമെന്ന കർശന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനം അത് കൈക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ക്യാമറയിൽ പോലും, അതായത് നമ്മളിപ്പോൾ കാണുന്നത് മാധ്യമ പ്രവർത്തകരുടെ ക്യാമറയിൽ പോലീസ് ആക്രമിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് അവരുടെ കയ്യിലുള്ള ഗൺ ഉപയോഗിച്ചടക്കം പ്രയോഗിക്കാനായിട്ടുള്ള ശ്രമം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പോലീസ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ എന്നിരുന്നാലും ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പ്രവർത്തകർ. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആർക്കും ദോഷകരമായ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്താണ് അവസ്ഥ? ഇവിടെ സമാധാനമായിട്ട് സമാധാനപരമായിട്ട് സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച നിങ്ങളുടെ പെൺകുട്ടികളെ ഇവിടുത്തെ പോലീസുകാർ ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കുന്ന രീതിയിൽ സംഭവം ഉണ്ടായിട്ടില്ലേ? ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ 20ഓളം വരുന്ന വനിതാ പോലീസുകാര് ആ കുട്ടികളെ വലിച്ച് 2 പെൺകുട്ടികളുള്ളത്. ആ 2 പെൺകുട്ടികൾ അമിത്ഷായ്ക്കെതിരെ എഴുതിയ പ്രതിഷേധം അത് സമാധാനപരമായിട്ട് ഞങ്ങൾ എഴുതിയ പ്രതിഷേധം, അല്ലാതെ ഇവിടെ ആരുടെയും മെക്കെട്ട് കയറാനോ ആരെയും ആക്രമിക്കാനോ ഞങ്ങൾ തരില്ല. സമാധാനപരമായിട്ട് ഞങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനിടയ്ക്ക് 2 പെൺകുട്ടികൾ 20ഓളം വരുന്ന പോലീസുകാർ, ഒറ്റ വനിതാ പോലീസുകാർ പോലും ഇല്ല. ആ പെൺകുട്ടികളെ കൈകാര്യം ചെയ്ത രീതി നിങ്ങൾ എല്ലാവരുടെയും ദൃശ്യങ്ങളുണ്ട്, ആ വിഷ്വലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 2 പെൺകുട്ടികൾ ഏത് രീതിയിലാണ് 20ഓളം വരുന്ന പുരുഷ പോലീസുകാർ കൈകാര്യം ചെയ്തത് അതിനെതിരെ സംസാരിക്കാൻ വന്നപ്പോൾ അതായത് അത് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ദില്ലി പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, NSUI പ്രവർത്തകർ ഉയർത്തുന്നത്. 20ഓളം വരുന്ന വനിതാ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് വനിതാ പോലീസിന്റെ പോലും സഹായമില്ലാതെ ഇത്തരത്തിൽ പുരുഷ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്, കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നത് എന്നതാണ് ഇവർ പറഞ്ഞത്. ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധാരാളം പ്രവർത്തകർ ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ സംസാരിച്ചു. അമിത്ഷായുടെ പേരെഴുതി എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധം, അങ്ങനെയാണ് ഇത്തരത്തിലേക്ക് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ദില്ലി പോലീസ് എത്തിയത്. ആകെ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 5 ബറ്റാലിയനോളം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സംഘമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പോലീസിന്റെ സംഘം അടക്കം രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോയതിന് പിന്നാലെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു, കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയായിരുന്നു, അതും ബലം പ്രയോഗിച്ച് എന്നതാണ് ഏറ്റവും പ്രധാനം. ഗുരുതരമായ ആരോപണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ദില്ലി പോലീസിനെതിരെ ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കാണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ ദില്ലി.